ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. GK സിംപ്ലിഫൈഡിന്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ജോഗ്രഫിയിൽ ഇന്ത്യയിലെ നദികളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ നദികൾ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു അല്ലേ? കിഴക്കോട്ട് ഒഴുകുന്നു, പടിഞ്ഞാട്ട് ഒഴുകുന്നു, ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നു, അറബിക്കടലിലേക്ക് പോകുന്നു. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് ഹിമാലയൻ നദികളും പെനിൻസുല നദികളുമാണ്. അപ്പൊ ഹിമാലയൻ ഭാഗത്തുള്ള നദികൾ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു. നമ്മൾ ഇൻഡസ് സിസ്റ്റം, സിന്ധു നദി പോഷക നദികളെ പറ്റി പഠിച്ചു. നമ്മൾ ഗാഞ്ചറ്റിക് റിവർ സിസ്റ്റം കംപ്ലീറ്റ്ലി, ഗംഗയെ പറ്റി പോഷക നദികളെ പറ്റി പഠിച്ചു. പിന്നെ ബ്രഹ്മപുത്രയെ പറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് പോവാണ്, ആ ഡെക്കാൻ ഭാഗത്തേക്ക് പോവാണ്. കുറച്ചുകൂടെ നമ്മൾ സൗത്തിലേക്ക് വരുവാണ്. പെനിൻസുലാർ നദികൾ അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പെനിൻസുലാർ നദികളിൽ പ്രധാനപ്പെട്ട കുറച്ച് നദികളുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇന്ത്യയുടെ പെനിൻസുലാർ ഭാഗത്തേക്ക് നമ്മൾ വരിക, പ്രധാനമായിട്ടും നമുക്കറിയാം, നമുക്ക് മഹാനദിയിൽ തുടങ്ങാം. സൗത്തിലേക്ക് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മഹാനദി നമുക്കറിയാം, ഗോദാവരി അറിയാം, കൃഷ്ണ അറിയാം, കാവേരി അറിയാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ പടിഞ്ഞാട്ട് ഒഴുകുന്ന നദികളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പെനിൻസുലാർ നദികളിൽ മെജോറിറ്റിയും പ്രധാനപ്പെട്ടതൊക്കെ കിഴക്കോട്ട് ഒഴുകി ബേ ഓഫ് ബംഗാളിലേക്ക്, ബംഗാൾ ഉൾക്കടലിലേക്കാണ് പോകുന്നത്. നമുക്ക് പടിഞ്ഞാട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട രണ്ട് നദികളാണ് നർമ്മദ നദിയും തപ്പി നദിയും. നർമ്മദ, തപ്പി അല്ലെങ്കിൽ തപ്തി നദികൾ. അപ്പോൾ ഈ നദികളെയായിരിക്കും അടുത്ത കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു ലോങ് വീഡിയോ ചെയ്യാതെ ഷോർട്ടായിട്ട് ഈ പറയുന്ന നദികളുടെ ഇൻഡിവിജ്വൽ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിയുന്ന പോലെ ഒരുപാട് ഷോർട്ട് വീഡിയോ ആക്കാതെ കഴിയുന്ന പോലെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമുക്ക് പെനിൻസുലാർ ഡ്രെയിനേജ് എന്താണ് എന്നൊന്ന് ബ്രീഫ്ലി നോക്കാം. എന്നിട്ട് നമുക്കിതിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട നദിയായിട്ടുള്ള മഹാനദിയിലേക്ക് പോകാം. അപ്പോൾ പെനിൻസുലാർ നദി അല്ലെങ്കിൽ ഉപദ്വീപീയ നദി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ദേ ആർ ഓൾഡർ ദാൻ ദ ഹിമാലയാസ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും പഴക്കം ചെന്നൊരു സാധനം ഹിമാലയമാണ്. അങ്ങനെയല്ല, ഹിമാലയത്തെക്കാളും പഴക്കമുള്ള സാധനമാണ് നമ്മുടെ വെസ്റ്റേൺ ഗാട്സ്, ഈസ്റ്റേൺ ഗാട്സ്. പശ്ചിമഘട്ടം എന്ന് പറയുന്ന നമ്മുടെ വെസ്റ്റേൺ ഗാട്സിന്, സഹ്യാദ്രിക്ക് ഹിമാലയത്തെക്കാളും പ്രായമുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന നദികൾ, പെനിൻസുലാർ നദികൾക്ക് ഹിമാലയൻ നദികളെക്കാളും പ്രായമുണ്ട് കേട്ടോ. അപ്പോൾ കാരണം അവർ നമ്മുടെ ഈ നദികളാണ്. ഈ നദികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. NCERTയിലെ ചിത്രമാണ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും. ഈ ഭാഗത്താണ് മെജോറിറ്റി നദികളും തുടങ്ങുന്നത്. ഈ ഭാഗത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ് ഈസ്റ്റേൺ ഗാട്സിൽ. ഈ മെജോറിറ്റി നദികളും തുടങ്ങുന്ന ഈ ഒരു ഭാഗം എന്താ, കേരളം തൊട്ട് ഇങ്ങനെ പോയി ഗുജറാത്തിൻ്റെ ഈ ഭാഗം വരെ കിടക്കുന്ന ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്, യുനെസ്കോയുടെ നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാട്സ്. സോ ഈ വെസ്റ്റേൺ ഗാട്സിന്റെ സ്ലോപ്പിനനുസരിച്ചാണ് ഇത് കിഴക്കോട്ട് പോകണോ പടിഞ്ഞാട്ട് പോകണോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് പെനിൻസുലാർ നദികളുടെ വാട്ടർ ഡിവൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ടർ ഡിവൈഡ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഈ സീരീസിൽ, ഈ ഒരു പ്ലേലിസ്റ്റിൽ ആദ്യം പഠിച്ചിട്ടുണ്ട് കേട്ടോ. നോർത്തിലെ ഒരു വാട്ടർ ഡിവൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ പെനിൻസുലാർ നദികളുടെ വാട്ടർ ഡിവൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പശ്ചിമഘട്ടമാണ്, വെസ്റ്റേൺ ഗാട്സ് ആണ്. ഈ പശ്ചിമഘട്ടമാണ് നദികൾ കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പോകണോ ഇല്ല പടിഞ്ഞാട്ട് ഒഴുകി അറബിക്കടലിൽ പോകണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരാം. മോസ്റ്റ് ഓഫ് ദ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പെനിൻസുലാർ റിവേഴ്സ് ദേ ഫ്ലോ ടുവേർഡ്സ് ദ ഈസ്റ്റ് അല്ലെങ്കിൽ ദേ ഫ്ലോ ടുവേർഡ്സ് ദ വെസ്റ്റ് എന്ന് തരാം. അപ്പം നമ്മളിവിടെ നോക്കി, നിങ്ങളൊന്നുകൂടെ നോക്കൂ. നമ്മൾ ഈ പറഞ്ഞ മഹാനദി കിഴക്കോട്ട്, ഗോദാവരി കിഴക്കോട്ട്, ഇല്ലെങ്കിൽ കൃഷ്ണ കിഴക്കോട്ട്, ഇല്ലെങ്കിൽ കാവേരി കിഴക്കോട്ട്, മെജോറിറ്റിയും കിഴക്കോട്ടാണ്. പടിഞ്ഞാട്ട് ഒഴുകുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്, നർമ്മദ, താപി. കേരളത്തിലേക്ക് വരുമ്പോൾ സിറ്റുവേഷൻ വേറെയാണ് കേട്ടോ. കേരളത്തിലെ 44 നദികളിൽ നമ്മൾ പഠിക്കുന്നു കിഴക്കോട്ട് ഒഴുകുന്ന 3 എന്ന സ്കൂളിൽ ആദ്യം കാണാതെ പഠിച്ചിരുന്നു, കമ്പനി, ഭവാനി, പമ്പാർ എന്ന് കാണാതെ പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ലോപ്പ് യൂണിഫോം അല്ല. ഇന്ത്യൻ നദികളിൽ, പെനിൻസുലാർ നദികളിൽ മെജോറിറ്റി ഓഫ് ദം, മോസ്റ്റ് ഓഫ് ദം എങ്ങോട്ടാണ് ഒഴുകുന്നത്? മോസ്റ്റ് ഓഫ് ദ മേജർ പെനിൻസുലാർ റിവേഴ്സ് ദേ ഫ്ലോ ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. പടിഞ്ഞാട്ട് നിന്ന് കിഴക്കോട്ട് പോയിട്ട് ബേ ഓഫ് ബംഗാളിൽ പോയി ചാടുന്ന നദികളാണ് മെജോറിറ്റി. ഇവിടെ മറ്റൊരു ക്ലാരിറ്റി കൂടെ തരാനുണ്ട് കേട്ടോ. അതായത് ഗംഗാ റിവർ സിസ്റ്റം പഠിച്ചപ്പോൾ, ഗംഗാ പോഷക നദികളായിട്ടുള്ള യമുന തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ചില പേരുകളുണ്ട്. ഇപ്പോൾ ചമ്പൽ നദി, ഓക്കെ, കെൻ നദി, ബേട്ടുവ നദി, സോൺ നദി. ഈ സോൺ നദിയും ഗംഗയും ചേരുന്ന സ്ഥലം നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയിൽ പഠിക്കുന്നുണ്ട്. ഏൻഷ്യൻ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു അത്. ആരാണ് ഈ സ്ഥലത്തേക്ക് തൻ്റെ ക്യാപിറ്റൽ സിറ്റി മാറ്റിയത്? ഏത് രാജവംശത്തിൽപ്പെട്ട ആളാണ്? ഉത്തരം അറിയാവുന്ന ഒരു കമൻ്റായിട്ട് വരിക. ഗംഗയും സോണും ചേരുന്ന സ്ഥലം. അപ്പോൾ ഈ നദികൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ നദികൾ തുടങ്ങുന്നത്, ഞാനിപ്പോൾ പറഞ്ഞ കെൻ, ബേട്ടുവ തുടങ്ങിയ നദികളാകട്ടെ അല്ലെങ്കിൽ സോൺ നദിയാകട്ടെ, ഇതൊന്നും ഹിമാലയത്തിൽ തുടങ്ങുന്നതല്ല.
ഇതൊക്കെ കുറച്ചുകൂടെ സൗത്തിൽ ഈ പെനിൻസുലാർ ഭാഗത്താണ് തുടങ്ങുന്നതെങ്കിലും ഇത് പോയി ചേരുന്നത് യമുനയിലേക്കോ അല്ലെങ്കിൽ ഗംഗയിലേക്കോ ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ പെനിൻസുലാർ നദികളുടെ ഭാഗമായിട്ട് കണക്കാക്കുന്നില്ല. പെനിൻസുലാർ ഭാഗത്താണ് തുടങ്ങുന്നതെങ്കിലും നമ്മളിതിനെ ഗംഗാ റിവർ സിസ്റ്റത്തിന്റെ അതായത് ഹിമാലയൻ റിവർ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള ഗംഗാ റിവർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ പെനിൻസുലാർ റിവർ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്ത നദി ഏതാണെന്ന് സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്ഷനിൽ തരും. കൺസിഡറിങ് ദ ലൊക്കേഷൻ നമ്മൾ ഉത്തരം തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് പോയി ചേരുന്ന സ്ഥലം വെച്ചിട്ട് അതിനെ ഗംഗയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കേട്ടോ? ഓക്കെ. അപ്പോൾ പെനിൻസുലാർ നദികളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ആ ഒരു ഓർഡറിൽ തന്നെ നോക്കാം. നോർത്ത് ആൻഡ് സൗത്തിലേക്ക് വരുമ്പോൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഓക്കെ. നർമ്മദയും തപ്പിയും കുറച്ച് യുണീക്കാണ്. അത് നമ്മൾ നർമ്മദയും തപ്പിയും പഠിക്കുമ്പോൾ അതിൻ്റെ യുണീക്നെസ്സിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളുക. വാട്ട് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെനിൻസുലാർ റിവേഴ്സ്? പെനിൻസുലാർ നദികളിലെ ആ പ്രധാനപ്പെട്ട അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഫിക്സഡ് കോഴ്സ്. ഇങ്ങനെ മാറി മാറി ഒഴുകില്ല. കാരണം അത്രയും വെള്ളമില്ല. നമ്മുടെ ലാലേട്ടൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങുന്നു. ഇത് നമുക്ക് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ആ ഭാഗത്തുനിന്ന് എടുക്കാൻ സാധിക്കില്ല. കാരണം പെരനിൽ നദിയാണ്. ലാലേട്ടൻ കുറേ നേരം വെള്ളത്തിൽ മുങ്ങി കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ നീന്തി വരേണ്ടി വരും. ഇവിടെ പ്രശ്നമില്ല. ഇവിടെ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം കുറവാണ്. പല നദികളും വരണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ആയി കഴിഞ്ഞു, അല്ലേ? അപ്പം മനസ്സിലാക്കുക, ദേ വിൽ നോട്ട് മിയാൻഡർ. ഇങ്ങനെ വളഞ്ഞു ഒഴുകില്ല. കാരണം അത്ര ഫ്ലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്ന്, അവർക്ക് ഫിക്സഡ് കോഴ്സ് ആണ്. മാറി മാറി ഒഴുകി ഫ്ലഡ് ഉണ്ടാക്കുന്ന പ്രശ്നം കമ്പാരിറ്റീവ്ലി കുറവാണ്. രണ്ട്, ആബ്സെൻസ് ഓഫ് മിയാൻഡേഴ്സ്. ഇങ്ങനെ വളഞ്ഞു ഒഴുകി. അതുകൊണ്ട് തന്നെ ഓക്സ്ബോ ലേക്സ് എന്ന് പറയുന്ന സാധനം അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നെങ്കിൽ ഈ പ്ലേലിസ്റ്റിൽ ആദ്യത്തെ വീഡിയോ മുതൽ കാണുക കേട്ടോ. അപ്പോൾ ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അടുത്ത ഫീച്ചറാണ് നോൺ പെറന്നിയൽ ഫ്ലോ ഓഫ് വാട്ടർ. വേനൽക്കാലത്ത് മഞ്ഞ് എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. ഓക്കെ. അപ്പോൾ മഞ്ഞുരുകി വെള്ളം കിട്ടുക എന്നൊരു പോസിബിലിറ്റി ഇല്ല. ഈ പെനിൻസുലാർ നദികളിലെ വളരെ യുണീക്കായിട്ടുള്ള നദികളാണ് നർമ്മദയും തപ്പിയും. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഈ നർമ്മദ തപ്പി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഫ്ലോ കൂടുതലാണ്. ബാക്കിയുള്ള നദികൾ പോലെയല്ല. നോട്ട് ചെയ്തോളൂ കേട്ടോ ഈ ഒരു ഫീച്ചർ. ദേ ഫ്ലോ ത്രൂ റിഫ്റ്റ് വാലീസ്. സ്കൂളിൽ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട് ഭ്രംശ താഴ്വരകൾ. എന്താണ് ഭ്രംശ താഴ്വര എന്നുള്ളത് പറഞ്ഞുതരാം. നർമ്മദയും തപ്പിയും ആക്ച്വലി ഈ ക്യാരക്ടറിസ്റ്റിക്സ് മീറ്റ് ചെയ്യാത്ത ചില എക്സെപ്ഷൻസ് ആണ്. നോക്കുക, നർമ്മദയും തപ്പിയും പടിഞ്ഞാട്ട് ഒഴുകുന്നു. അത് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്നു, റിഫ്റ്റ് വാലീസിലൂടെ ഒഴുകുന്നു. എന്താണ് ഈ റിഫ്റ്റ് വാലി എന്ന് പറയുന്നത്? ലിറ്ററലി വേറെ ഒന്നുമില്ല. ടെക്ടോണിക് പ്ലേറ്റ് രണ്ട് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ഗ്യാപ്പ് വരും. ബാക്കി എല്ലാത്തിനും ഇല്ലാത്തൊരു ഫീച്ചറാണ് നർമ്മദയ്ക്കും തപ്പിക്കും. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ നർമ്മദയും തപ്പിയും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് റിഫ്റ്റ് വാലി എന്നുള്ളത് നർമ്മദയും തപ്പിയും പഠിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കേട്ടോ? അപ്പോൾ ശ്രദ്ധിച്ചോളുക. നമ്മൾ പെനിൻസുലാർ റിവർ സിസ്റ്റത്തിലെ ആദ്യത്തെ നദിയെ പറ്റി നോക്കിയാണ് മഹാനദി. മഹാനദിയുടെ ലെങ്ത്തിന് ചെറിയ വേരിയേഷൻ ചില സോഴ്സുകളിൽ പറയാറുണ്ട്. 851 എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കത് തന്നെ ഓർത്തിരിക്കാം. 851 കിലോമീറ്റർ ആണ്. ചില സോഴ്സിൽ അപ്രോക്സിമേറ്റ്ലി 860 കിലോമീറ്റേഴ്സ് എന്നും പറയുന്നുണ്ട്. കേട്ടോ? അപ്രോക്സിമേറ്റ്ലി 860. അപ്പം മഹാനദി നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക. മഹാനദി പ്രധാനമായിട്ട് ഒഴുകുന്നത് നമുക്കറിയാം ഒഡീഷ ഭാഗത്താണെന്നറിയാം. പക്ഷേ ഈ മഹാനദി ഒഴുകുന്ന ഭാഗം, അതിൻ്റെ ഡ്രെയിനേജ് ഏരിയ ഒഡീഷയിൽ മാത്രം എന്നല്ല പറയുന്നത്. ഒഡീഷയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഛത്തീസ്ഗഡ് വരാം, തൊട്ട് താഴെ കിടക്കുന്ന പ്രദേശം വരാം, തൊട്ട് ഇപ്പുറം കിടക്കുന്ന പ്രദേശം വരാം. അത്രയും മനസ്സിൽ വെച്ചാൽ മതി. മഹാനദി പ്രധാനമായിട്ട് ഒഴുകുന്നത് ഒഡീഷയിലൂടെയാണ് എന്ന് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. മഹാനദിയുടെ ട്രിബ്യൂട്ടറീസ് ഞാൻ പറ്റുന്ന പോലെ കോഡ് ഉപയോഗിച്ചാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ ഞാൻ കോഡ് ഉപയോഗിച്ച് പറയാം. എല്ലാ ട്രിബ്യൂട്ടറീസും ഓർത്തിരിക്കില്ല. സ്ഥിരം നമ്മളോട് ചോദിക്കുന്ന ചില സാധനങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ശിവനാഥ് അല്ലെങ്കിൽ സിയോനാഥ്, പിന്നെ ഓങ്, തെൽ, ഇബ്, മാന്ത്, ഇത്രയൊക്കെയാണ് സ്ഥിരം ചോദിക്കാറ്. പിന്നെ കേട്ടോ ഹസ്ദിയോ ഒക്കെ ഉണ്ട്. നമ്മളോട് സ്ഥിരം ചോദിക്കാറ് ഇത്രയുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഒഴുകുന്നത് ഒഡീഷ ഭാഗത്തൂടെയാണ്. ഒഡീഷയുടെ അയൽ സംസ്ഥാനങ്ങളെയും കൂടെ നമുക്കൊന്ന് നോക്കി വെക്കാം കേട്ടോ. അതിൽ മറക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ തെറ്റിക്കാൻ ചാൻസ് ഉള്ള എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മഹാനദിയുടെ തുടക്കം എവിടെയാണ്? മഹാനദി വെസ്റ്റേൺ ഗാട്സിൽ തുടങ്ങി ഇങ്ങനെ ഒഴുകുമല്ല. മഹാനദി തുടങ്ങുന്നത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ്. മഹാനദിയുടെ തുടക്കം എവിടെയാണ്? മഹാനദി റൈസസ് ഇൻ ഈസ്റ്റ് സെൻട്രൽ ഇന്ത്യ. കിഴക്ക് ഭാഗത്ത് ഛത്തീസ്ഗഡ് ഭാഗത്താണ് തുടക്കം. ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ടത്തെ മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു.
ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ്. അവിടെ ഒരിക്കലും വെസ്റ്റേൺ ഗാട്സ് വരില്ല, പശ്ചിമഘട്ടം വരില്ല, അവിടെ ഈസ്റ്റേൺ ഗാട്സ് ആണ്. അപ്പം മഹാനദിയുടെ തുടക്കം എന്ന് പറയുന്നത് ഇതാ ഈ ഛത്തീസ്ഗഡ് ഭാഗത്താണ്. ഓക്കെ, ഞാൻ മാപ്പ് തന്നിട്ടുണ്ടോ? മഹാനദിയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ ഛത്തീസ്ഗഡ് ഭാഗത്താണ്. ഛത്തീസ്ഗഡിലൂടെ തുടങ്ങി കിഴക്കോട്ട് ഒഴുകി 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 ഒഡീഷയിലൂടെ ഒഴുകി 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 ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ പോയി ചാടുന്ന നദിയാണ് മഹാനദി. കിഴക്കോട്ട് ഒഴുകി 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 വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു റിവർ ഡെൽറ്റ അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കിഴക്കോട്ടുള്ള പല നദികളും നമ്മൾ നോക്കുക, റിവർ ഡെൽറ്റ കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. ഗോദാവരിയിലും കൃഷ്ണയിലും കാവേരിയിലൊക്കെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കും. എവിടെ വെച്ചിട്ടാണ് ഇത് പോയി വീഴുന്നത്? ആ പോയിന്റിന്റെ പേരാണ് ഫോൾസ് പോയിന്റ്, ഒഡീഷയിലെ ഫേമസ് ആയിട്ടുള്ള ഫോൾസ് പോയിന്റ്. അപ്പൊ ശ്രദ്ധിക്കുക, മഹാനദിയുടെ തുടക്കം എവിടെയാണ്? ഛത്തീസ്ഗഡ്. പ്രധാനമായിട്ട് ഒഴുകുന്ന എവിടെയാണ്? മഹാനദിയുടെ ഡ്രെയിനേജ് ബേസിനിലെ മെജോറിറ്റി പോർഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഒഡീഷയിലാണ്. മെജോറിറ്റി പോർഷനും ഒഡീഷയിലാണ്. ഒഡീഷയുടെ തൊട്ടപ്പുറം മാറിക്കിടക്കുന്ന ജാർഖണ്ഡ് വരാൻ ചാൻസ് ഉണ്ടോ? നിങ്ങൾ നോക്കി നോക്കൂ, ഒഡീഷയുടെ അപ്പുറം മാറിക്കിടക്കുന്ന ജാർഖണ്ഡ് വരാൻ ചാൻസ് ഉണ്ടോ? ഏതെങ്കിലും ഒരു പോർഷൻ വഴി കൂടെ, അപ്പോൾ ജാർഖണ്ഡ് വരാൻ ചാൻസ് ഉണ്ട്. ഛത്തീസ്ഗഡ് ഉണ്ടല്ലോ, ഛത്തീസ്ഗഡ് ഉണ്ടായ മധ്യപ്രദേശ് വരാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഒഡീഷ തൊട്ടിപ്പുറം കിടക്കുന്ന ജാർഖണ്ഡ് ഛത്തീസ്ഗഡിൽ നിന്നാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ ഏതെങ്കിലും ഒരു പോർഷൻ വരാം. ഇവിടെ പലരുടെയും മനസ്സിൽ വരില്ലാത്തൊരു ഓപ്ഷൻ പറയട്ടെ. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ പെടുന്ന ഒരു ഓപ്ഷൻ പറയാം, അതാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. മഹാരാഷ്ട്ര ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്, വെസ്റ്റേൺ ഗാട്സ് ഉള്ള സാധനമാണ്. ഈ മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തെ മാപ്പിൽ ശ്രദ്ധിച്ചോളുക. മഹാരാഷ്ട്രയുടെ വെസ്റ്റേൺ പോർഷനിൽ ഞാൻ പറയുന്നത്, മഹാരാഷ്ട്രയുടെ ഇങ്ങേ പോർഷൻ താരതമ്യേന ഡെവലപ്മെന്റ് കുറഞ്ഞ ഈ റീജിയൻ ഏതാണെന്ന് പറയുക. നമ്മൾ ജമ്മു കാശ്മീരിന്റെ ആർട്ടിക്കിൾ 370 പഠിക്കാറില്ലേ? സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് എന്ന് പഠിക്കാറില്ലേ? മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശത്തിന് ഇതുപോലെ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ട്. ഏതാണ് ആ പ്രൊവിഷൻ? ഏതാണ് ആ പ്രദേശം? ഏതാണ് ആ പ്രൊവിഷൻ? ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സ്പെഷ്യൽ പ്രദേശത്തിന് സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ ഏതാണ് ആ പ്രദേശം? താരതമ്യേന ഡെവലപ്മെന്റ് കുറഞ്ഞ പ്രദേശമാണ്. എന്തുകൊണ്ടാണ് അവിടുത്തെ ഡെവലപ്മെന്റ് കുറവെന്ന് അറിയാമെങ്കിൽ പറയുക. അതിനും ഒരു ജോഗ്രഫിക്കൽ കാരണമുണ്ട്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു പോർഷന് ഛത്തീസ്ഗഡായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മധ്യപ്രദേശിന്റെ ഈ ഒരു ഭാഗത്ത് ഡ്രെയിനേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ മഹാരാഷ്ട്രയുടെ ഈ ഒരു ഭാഗത്തും ഡ്രെയിനേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങേയറ്റത്താണ്. പക്ഷെ മഹാരാഷ്ട്ര ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. ഛത്തീസ്ഗഡുമായിട്ട് അവർക്ക് ബൗണ്ടറി ഉണ്ട്. അപ്പോൾ മഹാനദിയുടെ ഡ്രെയിനേജ് ബേസിന്റെ വളരെ കുറച്ചാണ് കേട്ടോ, <1% ആണ്, 1% താഴെയാണ്. എന്നാലും ഉണ്ട്. എവിടെയുണ്ട്? മഹാരാഷ്ട്രയിലുണ്ട്. തെറ്റുവരുത്താൻ ചാൻസ് ഉള്ളത് ഞാൻ വീണ്ടും ആദ്യം പറയുകയാണ്. 2025 RRB NTPCയുടെ CBT 1 ചോദ്യം. അപ്പൊ ഏറ്റവും ഒടുവിൽ നടത്തിയ പരീക്ഷയുടെ ചോദ്യമാണ്. എന്താണ് നമ്മുടെ ചോദ്യം? എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് മഹാനദി. ടോട്ടൽ ലെങ്ത് ഓഫ് മഹാനദി. ഓപ്ഷൻസ് നോക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ച നമ്പർ അതുപോലെ തന്നിട്ടുണ്ട്. 851 കിലോമീറ്റേഴ്സ്. എത്രയാണ്? 851 കിലോമീറ്റേഴ്സ്. അപ്രോക്സിമേറ്റ്ലി 860 കിലോമീറ്റേഴ്സ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് അടിച്ച് വരുന്നത്. അടുത്തത് പോഷക നദികളാണ്. മഹാനദിയുടെ ഈ ഡ്രെയിനേജ് ബേസിനിലേക്ക് വന്നു ചേരുന്ന ചെറിയ ഒരുപാട് നദികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒഴുകുന്ന നദിയുടെ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്, റൈറ്റിൽ നിന്ന് വരുന്ന റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. നമ്മൾ പറഞ്ഞു ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും വരുന്ന നദികൾ നമ്മൾ നോക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് സിയോനാഥ് അല്ലെങ്കിൽ ശിവനാഥ് ആണ്. ഹസ്ദിയോ, മന്ത്, ഇബ് ഇതൊക്കെ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. ഓങ്, തെൽ അല്ലെങ്കിൽ തെലൻ ഇതൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ ആണ്. ഹസ്ദിയോ, മന്ത്, ഇബ് ഈ നദികളുടെ പേരൊക്കെ കേൾക്കാൻ വെറൈറ്റിയാണ്. അങ്ങനെ കേട്ട് ശീലമില്ലാത്ത എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും ഈ പേരുകളെല്ലാം കേൾക്കുന്നത്. ചിലപ്പോൾ ശിവനാഥ് എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിയോനാഥ് എന്ന് കേട്ടിട്ടുണ്ടാവും. ബാക്കിയുള്ളത് കേൾക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ പിള്ളേരോട് നമ്മൾ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ മന്തി വേണമെന്ന് പറയും. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അനിയൻ ചോദിക്കുകയാണ്, ചേട്ടാ മന്തി മേടിച്ച് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഹാനായതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് എൻ്റെ അനിയന് മന്തി മേടിച്ച് കൊടുക്കും. പക്ഷെ എൻ്റെ പേര് വിഷ്ണു എന്നുള്ളതിനൂടെ പ്രാധാന്യമില്ല. കാരണം കോഡിൽ അത് വർക്കാവില്ല. അതുകൊണ്ട് തൽക്കാലം എൻ്റെ പേര് ശിവൻ എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ അനിയൻ പറയുകയാണ്, മഹാനായ എൻ്റെ ചേട്ടൻ ശിവൻ ചേട്ടൻ എനിക്ക് ഹോട്ടലിൽ നിന്ന് മന്തി മേടിച്ചു തന്നു. മഹാനായ ചേട്ടൻ എനിക്ക് ഹോട്ടലിൽ നിന്ന് മന്തി മേടിച്ചു തന്നു. ശ്രദ്ധിച്ചോളുക, മഹാനായ, മഹാനദി. ഞാൻ ആരാണ്? ശിവേട്ടൻ, ശിവനാഥ് അല്ലെങ്കിൽ സിയോനാഥ്. ഹോട്ടലിൽ നിന്ന്, ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഓങ്ടെൽ എന്നൊന്ന് ഓർത്തിരിക്കണേ. ഓങ്ടെൽ എന്ന് പറയുമ്പോൾ
ഹോട്ടൽ എന്ന് ഓർത്തിരിക്കാം. അതൊരു 100% പ്രൊണൗൺസിയേഷനായിട്ട് വർക്കാവുന്ന സാധനമല്ല. എന്നാലും ഹോട്ടൽ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഓങ്ടെൽ എന്ന് ഓർത്തിരിക്കാം. ഓങ്ടെൽ ഓങ്ടെൽ ഹോട്ടൽ 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 എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഓങ്ടെൽ മഹാൻ, മഹാനദി, മഹാനദിയുടെ പോഷക നദിയാണ് ശിവേട്ടൻ, ശിവനാഥ്. ഹോട്ടൽ ഓങ്ടെൽ, ഓങ്ങും ടെല്ലും. എന്താ മേടിച്ചു കൊടുത്തേ? മന്തി മേടിച്ചു കൊടുത്തു. മന്തി മന്തി. മന്ത് നദി, മന്ത് നദി. ട്രിബ്യൂട്ടറീസ് നമ്മളോട് ചോദിക്കുമോ? ചോദിക്കും. ഞാൻ കുറേ ഗംഗയുടെയും സിന്ധുവിൻ്റെയും ഒക്കെ പോഷക നദികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. SSCയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് കാണാൻ സാധിച്ചത്, ഞാൻ മിസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. 2020 CHSL സിമ്പിളായിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? ഓങ് ആൻഡ് ടെൽ. ഓങ് ടെൽ ഹോട്ടൽ ആരുടെ ട്രിബ്യൂട്ടറിയാണ്? മഹാനായിട്ടുള്ള ശിവേട്ടൻ ഓങ് ടെൽ ഹോട്ടലിൽ നിന്ന് മന്തി മേടിച്ചു തന്നു. അപ്പോൾ മഹാൻ മഹാനദിയുടെ ട്രിബ്യൂട്ടറിയാണ്. ആ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയേ. കൃഷ്ണ, മഹാനദി, കാവേരി, 3 പെനിൻസുലർ നദികളും ഗംഗയും. അപ്പം ഇത്ര സിമ്പിളായിട്ട് 2026 ചോദിക്കുമെന്ന് വിചാരിക്കണ്ട. ഒരു മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഇത് നമ്മളോട് ചോദിക്കാം. കേട്ടോ? ക്ലിയർ ആണോ? അപ്പോൾ മഹാനായിട്ടുള്ള ശിവേട്ടൻ ഹോട്ടലിൽ നിന്ന് മന്തി മേടിച്ചു കൊടുത്തു. മഹാനദിയെ പറ്റി ആദ്യം പഠിക്കുന്നതുകൊണ്ട് അതാണ് പെനിൻസുലർ നദിയിലെ ഏറ്റവും വലിയ നദി എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ ആ ഒരു ഓർഡറിൽ വെച്ച് നോക്കുമ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരുമ്പോൾ മഹാനദി ആദ്യം അതുകൊണ്ട് പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, സൗത്ത് ഇന്ത്യയിൽ, അതായത് പെനിൻസുലാർ നദികൾ, സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ, പെനിൻസുലാർ നദികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി, ഏറ്റവും വലിപ്പം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നദി എന്ന് പറയുന്നത് ഗോദാവരിയും പിന്നെ കൃഷ്ണയുമാണ്. ഗോദാവരിയും കൃഷ്ണയുമാണ്. ഗോദാവരിക്കും കൃഷ്ണയ്ക്കും ശേഷം മഹാനദി ഈസ് ദ തേർഡ് ലാർജസ്റ്റ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ. ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഗോദാവരി. ആഫ്റ്റർ ഗോദാവരി ആൻഡ് കൃഷ്ണ, അത് നമ്മൾ അടുത്തടുത്ത വീഡിയോസിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. മഹാനദി ഈസ് ദ തേർഡ് ലാർജസ്റ്റ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻ ഒഡീഷ. ഛത്തീസ്ഗഡിൽ തുടങ്ങി കിഴക്കോട്ട് നമ്മുടെ ഒഡീഷ വഴി ഒഴുകി ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്ന നദി. അതിന് മധ്യപ്രദേശിലും ജാർഖണ്ഡിലും പിന്നെ കുറച്ച് 1% താഴെ മഹാരാഷ്ട്രയിലും ഡ്രെയിനേജ് ബേസിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഒഡീഷയിലെ ഏറ്റവും വലിയ നദി, മഹാനദി. അപ്പോൾ ഒഡീഷയിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന നദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു, സോറോ ഓഫ് ഒഡീഷ എന്നറിയപ്പെടുന്നു ഈ നദി തന്നെയാണ്. സോറോ ഓഫ് ബീഹാർ ഏതാണെന്ന് അറിയാവുന്നവർ പറയുക. വേറെ ഏതെങ്കിലും സോറോ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് വെള്ളപ്പൊക്കം ഉണ്ടാക്കി അവിടുത്തെ സങ്കടമായി മാറുന്ന നദികളുണ്ടെങ്കിൽ ഏതാണെന്ന് പറയുക. ഇവിടുന്ന് നമ്മളോട് എന്ത് ചോദ്യം ചോദിക്കാവുന്നേ? 2022 MTS വായിക്കണേ. വിച്ച് റിവർ ഈസ് ദ തേർഡ് ലാർജസ്റ്റ് ഇൻ ദ പെനിൻസുല? ഇന്ത്യൻ പെനിൻസുലയിലെ തേർഡ് ലാർജസ്റ്റ് നദി. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ഒഡീഷ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ അതേ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനെടുത്ത് കണ്ടന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. പെനിൻസുലയിലെ തേർഡ് ലാർജസ്റ്റ് പ്ലസ് ഒഡീഷയിലെ ഏറ്റവും വലുത്. നമ്മുടെ ഉത്തരം എന്താണ്? നമ്മുടെ ഉത്തരം മഹാനദി. പെനിൻസുലയിലെ ലാർജസ്റ്റ് ഗോദാവരി, സെക്കൻഡ് ലാർജസ്റ്റ് കൃഷ്ണ. ഈ പറയുന്ന നദികളൊക്കെ നമ്മൾ പതുക്കെ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പതുക്കെ നമ്മൾ പഠിക്കും. 2021 SSC GDയുടെ പരീക്ഷയുടെ ചോദ്യമാണ്. ഒന്ന് വായിച്ചേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മഹാനദി റിവർ ഈസ് ഇൻകറക്റ്റ് എന്നാണ്. ഇൻകറക്റ്റ്. അപ്പൊ നോക്കുക, GD പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇത് 1, 2, 3, 4 ആക്കിയിട്ട് CHSL പരീക്ഷയ്ക്ക് വയ്ക്കാം. നല്ല സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ. ഇറ്റ് റൈസസ് ഇൻ ദ ഹൈലാൻഡ്സ് ഓഫ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ ഉയർന്ന പ്രദേശത്താണ് ഇത് ആരംഭിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നമ്മൾ പഠിച്ചു ഈസ്റ്റേൺ ഗാർഡ്സിലാണ് ഇത് ആരംഭിക്കുന്നത്. ഓൾറെഡി പഠിച്ച കാര്യമാണ് കേട്ടോ, തെറ്റൊന്നുമില്ല, ഡൗട്ടൊന്നുമില്ല. അടുത്തത്, ഇറ്റ് ഡ്രെയിൻസ് ഇൻ ടു ദ അറേബ്യൻ സീ എന്നാ പറയുന്നത്. ഇത് അറബിക്കടലിലേക്ക് പോകും. കണ്ണടച്ചിട്ട് ആലോചിക്കുക, അറബിക്കടലിലേക്കാണോ? അല്ല, ഇത് ബേ ഓഫ് ബംഗാളിലേക്കാണ്. നമ്മളോട് എടുത്ത് ചോദിച്ചത് ക്യാപിറ്റൽ ലെറ്ററിൽ ചോദിച്ചിട്ടുണ്ട് ഇൻകറക്റ്റ് ഏതാണെന്ന്. ഉത്തരം കിട്ടി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. സി ഒന്ന് വായിച്ചേ. പാർട്ട് ഓഫ് ഇറ്റ്സ് റിവർ ബേസിൻ ലൈസ് ഇൻ മഹാരാഷ്ട്ര. GD പരീക്ഷയാണെങ്കിൽ എന്ത് ഭംഗിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോക്കി. ഒരു ഭാഗം മഹാരാഷ്ട്രയിലുണ്ട്. വീണ്ടും പറയട്ടെ, <1% ആണ്, പക്ഷെ മഹാരാഷ്ട്രയിലുണ്ട്. ലെങ്ത് ഓൾമോസ്റ്റ് 860 കിലോമീറ്റർ ആണ്. ഇതേ സാധനം കുറച്ചുകൂടെ ഭംഗിക്ക് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് മഹാനദി റിവർ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് നമ്മളെ തെറ്റിക്കാം. അല്ലെങ്കിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് 1, 2, 3, 4 എന്നിട്ട് വി ആർ റെഫറിംഗ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ്. അങ്ങനെ ചോദിച്ചൂടെ? ഫീച്ചേഴ്സ് തന്നിട്ട്, ട്രിബ്യൂട്ടറീസ് തന്നിട്ട്, ലെങ്ത് തന്നിട്ട്, ഒഴുകി പോകുന്ന സ്ഥലം തന്നിട്ട്, അല്ലെങ്കിൽ ഉള്ള ഡാം തന്നിട്ട്, അല്ലെങ്കിൽ സിറ്റീസ് തന്നിട്ട് ഇത് ഏത് നദിയാണെന്ന് ചോദിച്ചൂടെ? അങ്ങനെ നമ്മളോട് ചോദിക്കാം. UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഫീച്ചേഴ്സ് തന്നിട്ട് ഇത് ഏത് നാഷണൽ പാർക്കാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. സെയിം പാറ്റേൺ നമ്മളോട് ഇവിടെ ചോദിക്കാം. 2022 MTSലേക്ക് വരാം. ആ വർഷം MTS മഹാനദീനെ അങ്ങോട്ട് പ്രണയിച്ചു വന്നൊരു വർഷമാണെന്ന് തോന്നുന്നു. എന്താ ചോദിച്ചേ? ഓഫ് വിച്ച്
ഓവർ വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഡസ് ദ മഹാനദി ബേസിൻ നോട്ട് എക്സ്റ്റെൻഡ്? അതായത് മഹാനദിയുടെ റിവർ ബേസിൻ എക്സ്റ്റെൻഡ് ചെയ്യാത്ത സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗറിൽ തുടങ്ങുന്നു. നമ്മൾ പറഞ്ഞു വെറുപ്പിക്കുമെന്ന് എനിക്കറിയാം. ഇനി തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒഡീഷ വഴി പോകുന്നു. ഇവിടെ കിടക്കുന്ന ജാർഖണ്ഡിൽ പോകുന്നുണ്ട്. ഇതുണ്ടായ മധ്യപ്രദേശിൽ ഉണ്ട്. തൊട്ടിപ്പുറ കിടക്കുന്ന മഹാരാഷ്ട്രയിലുണ്ട്. ഇല്ലാത്ത നമ്മുടെ ഓപ്ഷൻ ഏതാണ്? കുറെ ദൂരേക്ക് മാറി കിടക്കുന്ന ഉത്തർപ്രദേശ്. ഇത് ഇന്ത്യയുടെ ബേസിക് മാപ്പ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് കിട്ടും. ഉത്തർപ്രദേശ് അവിടെയാണ്. പ്രധാനമായിട്ടും ഗംഗയാണ് അവിടെ. ഗംഗ. റെഡി? മഹാനദിയിലെ ഒരു ഡാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഹിരാക്കുഡ് ഡാം. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഡാമുകളെ പറ്റി ജവഹർലാൽ നെഹ്റു പറഞ്ഞ അതിഭംഗിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് അറിയാവുന്ന ഒരു കമന്റ് ആയിട്ട് പറയുക. 1947-57 കാലഘട്ടം സ്വാതന്ത്ര്യം കിട്ടി റിപ്പബ്ലിക്കായ കാലഘട്ടം. ആ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ പണി കഴിപ്പിച്ച ഹിരാക്കുഡ് ഡാമിന്റെ പ്രത്യേകത എന്നറിയോ? ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ഡാം ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണിത്, ഹിരാക്കുഡ് ഡാം. നമ്മളോട് സിമ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഹിരാക്കുഡ് ഡാം ഏത് നദിയിലാണ്? ഹിരാക്കുഡ് ഡാം ഏത് നദിയിലാണ്? ഒഡീഷയിലാണ്. കമന്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും നെഹ്റു ഡാമുകളെ പറ്റി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. മഹാനദി ഒഡീഷയിലെ ഏറ്റവും വലിയ നദിയാണ്. മഴക്കാലത്ത് പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സോറോ ഓഫ് ഒഡീഷ ഏതാണ്? മഹാനദിയാണ്. കുറെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മഹാനദി ഒഴുകുന്ന വഴി നോക്കുക. മഹാനദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട സിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് റായ്പൂർ, മറ്റൊന്ന് സാമ്പൽപൂർ, മറ്റൊന്ന് കട്ടക്. റായ്പൂർ, സാമ്പൽപൂർ, കട്ടക്. അപ്പൊ ഛത്തീസ്ഗഡ് ഒഡീഷ ഭാഗത്ത് നമ്മൾ കേൾക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട സിറ്റികൾ ഇവിടെ തന്നിട്ടുണ്ട്. കട്ടക്, ഒഡീഷ. കട്ടക്കിൽ ജനിച്ച ഒരു വ്യക്തി, മരണത്തിൽ ഇന്നും നമുക്ക് ഒരു വ്യക്തതയില്ലാത്ത ഒരു വ്യക്തി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഭയങ്കര കോൺട്രിബ്യൂഷൻ വഹിച്ചിട്ടും അത്രയേറെ നമ്മൾ പഠിക്കാത്ത ഒരു വ്യക്തി. ആരാണ് ആ വ്യക്തി? കട്ടക്കിൽ ജനിച്ച ആ വ്യക്തി ആരാണ്? മഹാനദിയാണ്. മറ്റേത് നദികളെയും പോലെ ഒരു സംസ്ഥാനത്ത് മാത്രമല്ല, ഒന്നിലധികം സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നം വരാം. ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിൽ ആ പ്രശ്നം വരുന്നേ? പ്രശ്നം വന്ന സംസ്ഥാനങ്ങൾ തുടങ്ങുന്ന ഛത്തീസ്ഗഡും മെയിനായിട്ട് ഒഴുകുന്ന ഒഡീഷയും. പ്രശ്നപരിഹാരത്തിനായി ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 262 എന്ത് പറയുന്നുണ്ട്? ഇന്റർ സ്റ്റേറ്റ് റിവേഴ്സിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പാർലമെന്റിന് ട്രിബ്യൂണൽ ഫോം ചെയ്യാം. ആർക്ക് ഫോം ചെയ്യാം? പാർലമെന്റിന് ട്രിബ്യൂണൽ ഫോം ചെയ്യാം. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇവർ പറയുന്ന വിധിയിൽ സുപ്രീം കോടതിക്ക് ഒരു റോളും ഇല്ല എന്ന് പറയുന്നുണ്ട്. സുപ്രീം കോർട്ട് ഷാൽ നോട്ട് ഇന്റർഫിയർ. നോ ടു സുപ്രീം കോർട്ട്. പക്ഷെ സുപ്രീം കോടതി ഇടപെടുന്നുണ്ടെന്നുള്ള മറ്റുള്ള കാര്യമാണ് കേട്ടോ. സുപ്രീം കോടതി ഇടപെടരുത്, സുപ്രീം കോടതിക്ക് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് ഭരണഘടനയുടെ എടുത്തു പറയുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 262. സോ 262 പ്രകാരം ഇന്ത്യയിൽ പല പല ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ട്രിബ്യൂണൽസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽസ് ഫോം ചെയ്തിട്ടുണ്ട്. മഹാനദി ട്രൈബ്യൂണൽ ഫോം ചെയ്തിട്ട് ഒരുപാട് വർഷമായിട്ടില്ല, 2018. അപ്പൊ എന്താ പറഞ്ഞേ? പാർലമെന്റിന് ഫോം ചെയ്യാം. 1980 ഭരണഘടന പറഞ്ഞു പാർലമെന്റിന് ഫോം ചെയ്യാം. 1956 പാസ്സാക്കപ്പെട്ട നിയമമാണ് ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ഇന്റർ സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആക്ട്. വർഷം കാണാതെ പഠിക്കണ്ട. 1986 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ പ്രശ്നങ്ങൾ ഒരുപാട് വഷളായി. 1986 ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് തന്നെ നിങ്ങൾ നോക്കൂ. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് നിങ്ങൾ നോക്കൂ. ഒരു ഗവർണറിന് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ, ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ടിരിക്കാനുള്ള പ്രൊവിഷൻ നോക്കൂ. 1986 മറ്റൊരു പ്രശ്നമാണ്, ഇത് എന്റെ നദി അല്ല, ഇത് എന്റെ നദി. ഇത് എന്റെ ടയറാന്ന് പറയില്ല, അതുപോലെ ഇത് എന്റെ നദിയാന്ന് പറയും. അതിനെ സംബന്ധിക്കുന്ന പ്രശ്ന പരിഹാരം വേണം. പാർലമെന്റ് നിയമം പാസാക്കി. 2018 പ്രധാനമായിട്ടും ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിലുള്ള വിഷയം മഹാനദി ട്രൈബ്യൂണൽ ഫോം ചെയ്തു. ക്ലിയർ? 2022 MTS മഹാനദിയും തമ്മിലുള്ള ബന്ധം തീരുന്നില്ല. ദ ലാർജസ്റ്റ് ഡാം ഇൻ ഇന്ത്യ, ഹിരാക്കുഡ് ഡാം, ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, അത്യാവശ്യം ഒരു ബേസ് ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ നദികളെ പറ്റിയിട്ടുള്ള ഏതൊരു ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സീരീസിന്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ ഞാൻ നദികൾ തമ്മിലുള്ള ആ ഒരു ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഹിമാലയൻ നദികളുടെ ഫീച്ചേഴ്സ്, പെനിൻസുല നദികളുടെ ഫീച്ചേഴ്സ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഓരോ നദിയിൽ നിന്നും എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത് നമുക്കറിയാം. പെനിൻസുല നദികളിൽ ഹിമാലയൻ നദികളിലുള്ള അത്ര ഡാമുകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത്ര ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകൾ കാണാനായിട്ട് സാധിക്കില്ല എന്ന് നമുക്കറിയാം. കാരണം ദേ ആർ നോൺ പെറനിയൽ. അപ്പൊ മിയാൻഡർ ചെയ്യോ? ഇല്ല. അപ്പൊ ഫിക്സ് കോഴ്സ് ഉണ്ടാവും. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അത് ഒരു ഏരിയ. പിന്നെ ഓരോരോ നദികളെ പറ്റി അതിന്റെ ഫീച്ചേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
ആ വീഡിയോസ് കാണുക, എന്നിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. ഓക്കെ, മഹാനദി കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഗോദാവരിയാണ്. അപ്പോൾ 851 കിലോമീറ്റർ വലിപ്പമുള്ള ആ മഹാനദിയും ഗോദാവരിയും നിങ്ങൾ നോക്കുക. ഇരട്ടി എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടി പോകും, എന്നാൽ ഓൾമോസ്റ്റ് മഹാനദിയുടെ ഇരട്ടി വലിപ്പമുള്ള ഗോദാവരി പടിഞ്ഞാട്ട് തുടങ്ങി, നോക്കൂ, മഹാരാഷ്ട്രയുടെ അങ്ങേയറ്റത്ത് തുടങ്ങി, വെസ്റ്റേൺ ഘാട്സിൽ തുടങ്ങി, ഇങ്ങനെ ഒഴുകിക്കഴിഞ്ഞാൽ ജസ്റ്റ് അറബിക്കടലിലേക്ക് പോകേണ്ട ചെറിയ നദിയാകേണ്ടിരുന്ന ഗോദാവരി റിസ്ക് എടുക്കുന്നു, കിഴക്കോട്ട് ഒഴുകാനായിട്ട് തീരുമാനിക്കുന്നു. കിഴക്കോട്ട് ഒഴുകി പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലൊന്നായിട്ട് ആന്ധ്രാപ്രദേശിലൂടെ ബംഗാൾ ഉൾക്കടലിൽ പോയി ചാടുന്നു. ആ ഗോദാവരി നദിയെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ക്ലിയർ ആകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം, ഉത്തരം തരാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഞാൻ എക്സ്ട്രാ ചെയ്യണമെങ്കിൽ അതും കമൻ്റായിട്ട് പറയാം, ഞാൻ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ ഡോക്യുമെൻ്റ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ GK സിംപ്ലിഫൈഡിൽ അവൈലബിൾ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പഠിക്കുന്ന കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ, എന്നാൽ കഴിയുന്ന പോലെ റിലവൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ള ജോലിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.